ആറാട്ടെണ്ണനെ കഴിഞ്ഞ ദിവസം തല്ലി. അത് കഴിഞ്ഞ് ആറാട്ടെണ്ണെതിരെ കള്ളക്കേസ് കൊടുക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് കുറച്ചടുത്ത് നിന്ന് ഉറക്കെ പറയേണ്ടി വരില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു പെണ്ണ് വന്നിട്ട് പറയുക ആറാട്ടെണ്ണ അവളെ തെറി വിളിച്ചു, പിടിക്കാൻ ചെന്നു, കൈ കയറി പിടിച്ചു. പിന്നെ അവൻ ആ വീഡിയോക്കകത്ത് IC ചെയ്ത ഒരു ചാനലിനകത്ത് വീഡിയോ സ്മാർട്ട് പിക്സൽ അതിനകത്ത് അവൻ പറയുന്നത് ഇയാള് മദ്യപിച്ചിരുന്നു, എന്തോ മണം ഉണ്ടാകുന്നു. ഒരിക്കലും മദ്യപിക്കാത്ത ഒരാളാണ് ആറാട്ടെണ്ണ, നമുക്ക് നല്ലപോലെ അറിയാം. അതുപോലെ തന്നെ വൈഡ് എടുത്തോട്ടെ, അല്ലെ എല്ലാരും കിട്ടത്തില്ല. ഓക്കെ, എന്റെ അപ്പനെ വിളിച്ചിട്ട് അവൻ പറഞ്ഞു ഞാൻ അവന്റെ അപ്പനെ വിളിച്ചു. അതുപോലെ തന്നെ വേറെ കാര്യമുണ്ട്, ആറാട്ടൻ അവിടെ പെണ്ണുങ്ങളെ തെരുവിളിക്കേണ്ട ഒരു ആവശ്യം ആറാട്ടനില്ല. തൊട്ടപ്പുറത്തെ ഫോണിൽ എന്നോട് സംസാരിച്ചിരിക്കുമ്പോഴേ ഈ വഴക്കുണ്ടാകുന്നത്. അപ്പോഴും ഇയാൾ എന്നിട്ട് നീ എന്താ എന്നെ കളിയാക്കുന്നത് വെച്ച് വഴക്കുണ്ടാകുന്നേ ഉള്ളൂ. പിന്നെ ഇതൊരു ഭയങ്കര കേസാക്കേണ്ട ആവശ്യം ഉണ്ടോന്ന് വെച്ചാൽ എനിക്ക് അന്നും തോന്നിയില്ല. ഞാൻ ആറാട്ടനോട് വൈകിട്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ പറഞ്ഞത് അത് തന്നെയാ. കേസൊന്നും ആക്കേണ്ട, അവനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് വാൺ ചെയ്ത് വിടത്തേ ഉള്ളൂ. പോലീസുകാരാണല്ലോ ഇത് ചെറിയ തല്ല് കേസിനൊക്കെ അങ്ങനെ ഇവിടെ ചെയ്യുന്നത്, അല്ലാതെ കേസാക്കി കോടതി വഴിയൊക്കെ കിടന്ന് കറങ്ങേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ആറാട്ടനും അങ്ങനെ പറഞ്ഞു, അല്ലേ കേസൊന്നും ആക്കണ്ട, ഒന്ന് എന്താണോ അടിക്കാൻ വന്നവൻ ആരാന്ന് പോലും അറിയത്തില്ല. അപ്പൊ നമുക്ക് അത് കണ്ടിട്ടേ ഉള്ള ബാക്കി നമ്മളായിരുന്നു. നോക്കിയപ്പോ ഇവൻ ഇങ്ങനത്തെ ഒരു സാധാരണ പയ്യൻ, എന്തോ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. ഗുരുവായൂർ അമ്പലനടയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ ഇതായിരുന്നു പരിപാടി. എനിക്കറിയത്തില്ല, പൃഥ്വിരാജിനെയൊക്കെ പേടിപ്പിച്ച് കാണിച്ചിരുന്നു. എന്നാണെങ്കിലും ഈ പറഞ്ഞ പെണ്ണിനെ കൊണ്ട് വന്നപ്പോഴും രണ്ടാമത് പിന്നെ നമ്മൾ സംശയിച്ചവരെ ഇവരെന്ത് ധൈര്യത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ ഇല്ലാത്തൊരു പെണ്ണിനെ കൊണ്ട് വന്ന് ഒരു കള്ളക്കേസ് ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ് ആറാട്ടനെ പേടിപ്പിച്ച് ഒരു പെണ്ണുണ്ടെങ്കിൽ ഒരു ആദ്യ ജീവിതം കളയാം. അതെ, ജീവിതം കളയാം. ഈ സൽമാൻ എന്ന് പറഞ്ഞ ആള് തന്റെ അടുത്ത് എന്താ പറഞ്ഞത്? തന്റെ അടുത്ത് അന്ന് പോലീസ് സ്റ്റേഷനിൽ എന്താ പറഞ്ഞത്? ഞാൻ അവളോട് സോറി പറയണോ? സോറി പറയണോ? അല്ല, അവള് പോലീസിനോട് പറഞ്ഞത് ഞാൻ ആ പെണ്ണിനെ കയറി പിടിച്ചു, ഞാൻ മോശം വാക്ക് ഉപയോഗിച്ചു, പറയുന്ന മുഴുവൻ കള്ളം കള്ള. അവൻ എന്റെ അപ്പനെ തെളിവിച്ചിട്ട് ഞാൻ അവന്റെ അപ്പനെ തെളിവിച്ചു. കള്ള കേസ് അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുത്താണോ അറിയില്ല. ആയിരിക്കും തന്നോട് ഭീഷണിപ്പെടുത്തിയോ? എനിക്കെതിരെ പെണ്ണ് കേസ് കൊടുക്കുക. നിർഭയ കേസ് പെണ്ണുങ്ങളുടെ പേരിൽ എന്തും ചെയ്യാം. ഒരു പെണ്ണ് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അവള് പറഞ്ഞു കേട്ടോ, ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാനും കോടതി പോകാനും സമയമില്ല, ടൈമില്ല. ഇപ്പൊ നല്ലപോലെ ടൈം കിട്ടും പോവാൻ. ടൈം ഉണ്ടാവും. എത്ര പേർക്കെതിരെ കൊടുക്കണ്ട? ആണെന്നേ അല്ല, വേറെ കാര്യം പോലീസുകാർക്ക് കാര്യം മനസ്സിലാകുന്നോണ്ടൊന്നും അല്ല. അവര് കോംപ്രമൈസ് ആക്കി ഇവൻ കേസ് കൊടുക്കുമെന്നുള്ള പേടി കൊണ്ട് അവന്മാര് ഒരു കൂട്ടുകാരെയും കൂടെ കൂട്ടി വന്ന് ഒരു കൗണ്ടർ അടിച്ചിട്ട് കൗണ്ടർ കേസ് വരുമ്പോൾ പ്രശ്നം എന്നറിയോ, ഈ ഓൺലൈനിലുള്ളവന്മാരും നാട്ടുകാരെല്ലാം പറയും ആറാട്ടൻ അങ്ങനത്തെ ആറാട്ടൻ ഇതുവരെ പെണ്ണുങ്ങളെ ഒരു അനാവശ്യം പറയാതെ എനിക്കറിയത്തില്ല. ഈ ക്രഷ് ഉണ്ടെന്ന് പറയുന്ന ഒരു അനാവശ്യമല്ല, മനസ്സിലായോ? എത്ര ആൺ സെലിബ്രിറ്റീസിന്റെ ജീവിതമാണ് ഇവർ കളയണം. എത്ര ആൺ സെലിബ്രിറ്റീസ് പെണ്ണിന്റെ പേരിൽ കേസിലാക്കി കളക്കേസിലാക്കി നമ്മുടെ കൂടെ പെണ്ണുണ്ടെങ്കിൽ ഇല്ലാത്ത കേസിലാകാം. അല്ല, ഈ ക്രഷിന്റെ കാര്യം വേറെ കാര്യം കൂടെ ഉണ്ട്. ഇവിടുത്തെ പെൺകുട്ടികൾ പറയുന്നില്ല എനിക്ക് ദുൽഖറിനോട് ക്രഷ്. അതിനൊന്നും കുഴപ്പമില്ല. പറ്റി പെണ്ണുങ്ങൾ പറയുന്നു, മറ്റവള് പറഞ്ഞെന്തോ അവർക്ക് ദുൽഖറിനോട് മറ്റേ ഫഹദിനോടും ഒക്കെ ക്രഷ് തോന്നുന്നു, ആരാധനോട് തോന്നുന്നില്ല. ഈ പറഞ്ഞ നടിമാരെ വേറെ കാര്യമുണ്ട്. ഈ പല നടിമാരെ നേരിട്ട് കാണുമ്പോ അതിന്റെ വീഡിയോസ് ഓൺലൈൻ വഴി എടുക്കുന്ന വീഡിയോസ് നോക്കിയാൽ മനസ്സിലാവും. ഈ നടിമാരുടെ ബാക്കിൽ ആറാട്ടൻ ഇങ്ങനെ നിൽക്കും. ആറാട്ടൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവർ ആ നടിമാര് വേറെ കാര്യങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട, അവർ ആ കാര്യം കഴിഞ്ഞിട്ട് പുള്ളി വെയിറ്റ് ചെയ്തിട്ട് അപ്പൊ തന്നെ വരും. ഇങ്ങനെ കൊടുത്തിട്ടാ പുള്ളി പോണേ. ഇന്നേ വരെ ഒരു കാര്യം ഞാൻ പറയാം, ആറാട്ടനെ പരിചയമുള്ള ഒരുപാട് പെൺകുട്ടികൾ ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഇഷ്ടം പോലെ പെൺപിള്ളേരെല്ലാം. ഞാൻ ആറാട്ടന്റെ നമ്പർ വരെ ഇന്നേ വരെ ആറാട്ടൻ ഒരു അനാവശ്യം പറഞ്ഞു ഒരാൾ പോലും എന്നെ വിളിച്ച് പറഞ്ഞിട്ടില്ല. എല്ലാം ഡീസന്റ് ആയിട്ട് അവനെ പറ്റി പറഞ്ഞു. എന്നിട്ട് എന്റെ പേരിൽ ഞാൻ ഡ്രിങ്ക്സ് അടിച്ചു കള്ളത്തരം പറഞ്ഞു. അവൻ ഓരോ ദിവസം പറഞ്ഞുണ്ടാക്കുന്നത് കണ്ടറിയാടാ. ഞാൻ ഉണ്ടാക്കാൻ കാരണം ഇവന് എനിക്ക് എത്ര കള്ള പെണ്ണിട്ട് കള്ള കേസിലാകണം. അത് കഴിഞ്ഞ് ആറാട്ടം മിണ്ടിയില്ലെന്ന് പേടിച്ചിട്ട് എത്ര സെലിബ്രിറ്റീസ് എത്ര ആൺ സെലിബ്രിറ്റീസ് ഞാൻ എടുക്കുന്ന അത് വിട്, അവരൊക്കെ വിട്. ഇവന്റെ കാര്യം പറ. ഇവൻ ഭയങ്കര സ്മാർട്ടാണ്. ഞാൻ കേസ് മുന്നോട്ട് പോയാൽ ഇവൻ കള്ള കേസ് കൊടുക്കുവാണ്. അവനെ കുറിച്ച് മിണ്ടിയാല് അവൻ വീഡിയോ ഇട്ടു, അവൻ അപ്പുറത്ത് ഇടുന്നുണ്ട്, അവൻ വീഡിയോ ഇട്ടുണ്ട്. ഞാൻ ഇടാൻ പാടില്ല. അവൻ വേറെ കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഏതോ ആറാട്ടണ്ണന്റെ കേസിന്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ആറാട്ടണ്ണന്റെ കേസിന്റെ അപ്ഡേറ്റ് ആ പെൺകുട്ടി ഈ ജസ്ലിൻ എന്ന് പറഞ്ഞ ജസ്ലിനോ ആ പെൺകുട്ടിയുടെ പ്രൊഫൈലിൽ പോയിട്ട് ആരൊക്കെ തെറി വിളിക്കുന്നുണ്ട്. അത്ര ആ തെറി വിളിക്കുന്നവരെ അവന് കേസ് കൊടുക്കാൻ പോവാ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ. അത് എന്തിനാ കിട്ടിയല്ലോ.
ഇതിനാണ് ഈ കേസുമായിട്ട് ആയിട്ടല്ലടോ ഇവന്മാർ ഈ കള്ളത്തിനെ ഒരുപാട് കാണിച്ച് പിടിക്കും അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പ്രതീക്ഷ ഇന്നൊന്ന ആള് ഞാൻ പ്രതീക്ഷ അല്ല അവനെ വലിയ MDMA എതിർ ഒരു കാറിലെ എനിക്കൊരു സംശയം വേറെ കേസ് ഇതായിരിക്കും വരാൻ പോകുന്നത്. എന്നെ മൂന്നാലും ഇടിക്കാൻ പോകണം. അവൻ ഓടിയിട്ട് വാക്കെടുത്തിട്ട് അവിടെ നിന്ന് പുറകെ വന്ന് ഇടിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഭ്രാന്താണെന്ന് വിചാരിച്ചതാ. ആണോ? അപ്പൊ അവൻ എന്തോ കാര്യമായിട്ടുണ്ടോ? അവനെ മെഡിക്കൽ പരിശോധനയ്ക്ക് പിടിച്ചോളൂ. MDMA ഒക്കെ പരിശോധിക്കും അതിന് കൂടെ. അതൊക്കെ സാധ്യതയില്ല. ഇവന്റെ റിമാൻഡിൽ കയറ്റുന്നതിന് മുമ്പുള്ള വൈദ്യ പരിശോധന ഉള്ളായിരിക്കും. അത് അതിനകത്ത് അങ്ങനെ ഒരു സംശയമുണ്ട്. കാരണം ഇങ്ങനെ ആരോപിച്ചാൽ മാത്രമേ അപ്പൊ അതങ്ങ് ഇത് ചെയ്യത്തുള്ളൂ, പരിശോധിക്കത്തുള്ളൂ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോണോ? നാരായണനെ പേടിപ്പിച്ചിട്ടുണ്ട്. അവനെ അടിച്ചിട്ട് അവനെ പേടിപ്പിച്ചിട്ട് ആ പെണ്ണിന്റെ സഹായത്തിൽ ഊരിപ്പോയി. അവന് മാക്സിമം ഇയാളെ നടിച്ചോണ്ടിരിക്കായിരുന്നു പ്രൊഫൈൽ ഇൻസ്റ്റാഗ്രാമിൽ. നാരായണനെ കയ്യിൽ പിടിച്ച് അതൊക്കെ പറഞ്ഞിട്ട് ഇയാൾക്ക് മിണ്ടാനും പറ്റുന്നില്ല. ഇയാള് ഇവളെ പെണ്ണ് ഇതാണ് സമൂഹത്തിലെ പ്രശ്നം. ഈ പെണ്ണുങ്ങള് അവരുടെ നിയമങ്ങൾ പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടുന്നു. മിസ്യൂസ് ചെയ്യാം. ആ പെണ്ണ് വെറുതെ എന്ന് പറയാ ആരോട്ടനെ കൈ പിടിച്ചു മദ്യപിച്ചു. അത് വേണമെങ്കിൽ അന്വേഷിക്കുമ്പോ കേസ് ഇയാളെ നിരപരാധിയായിട്ട് വരും. പക്ഷെ ഇയാളെ കുറിച്ചുള്ള ഈ വാർത്ത പോകും. പിന്നെ അടി കിട്ടും. ഇവിടെ തന്നെ എത്ര ഒരിക്കലും ഒരു പെണ്ണെ പിടിക്കാനുള്ള ധൈര്യം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരുടെ പേടിയാ ശരിക്കും പറഞ്ഞത്. എന്തൊക്കെയാ പറയണ? അതെ, കഷ്ടം കൂട്ടിയിരിക്കുകയാണ്. ആരാട്ടന് പോണം. അത് നിർത്തി ക്യാൻസൽ തൽക്കാലത്തേക്കൊന്ന്. അപ്പൊ ഇതാണ് അവസ്ഥ. ഇനിയിപ്പോ ഒത്തിരി കോള് വരുമല്ലോ. അതെ, ഹീറോ പഴയ ഡയലോഗ് ഞാൻ മുഖത്തിലൂടെ അവനും കിട്ടും. അടിച്ചിട്ടുണ്ട് അവൻ. വീട്ടിൽ കൊണ്ടുപോയി വരുന്നുണ്ട്. വെയിറ്റ് ദൈവമുണ്ട്. ദൈവമുണ്ടെന്ന് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. നന്ദി ആരോട് ഞാൻ വിളിച്ചപ്പാ കിട്ടും. ഒരാൾ പോസ്റ്റിലുണ്ട്. ബുദ്ധിമാനാ. എനിക്ക് എത്തിക്കറിയില്ല, ഒരു കുട്ടി അറിയില്ല. അതെല്ലാവർക്കും മനസ്സിലായിരുന്നു. ഒരുപാട് ആൾക്കാർ പെണ്ണ് കേസിൽ പെടുത്തുന്നുണ്ട്. ഒരുപാട് പേര് ചുമ്മാ ആവശ്യമില്ല പെടുത്തല്ലേ, വെറുതെ പറയൂ, അത്രേ ഉള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേസ് ഇതിപ്പോ കണ്ടോ, ആറാറിനെ അടിച്ചിട്ട് ഒരു പെണ്ണിനെ പൊക്കിക്കൊണ്ട് വന്നപ്പോ പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എങ്ങനെയുണ്ട്? പോലീസുകാർ പറയുന്ന അതാണ്, നിങ്ങൾ ഈ കേസ് കൊണ്ട് മുന്നോട്ട് പോയാൽ ഇവർ ഈ കേസിലാകുമോ? അപ്പൊ പോലീസുകാർ തന്നെ പറഞ്ഞില്ലേ. പിന്നെ എനിക്കൊന്നും വിട്ടാൻ പറ്റില്ല. അപ്പൊ തന്നെ ആറാറിനെ വന്നിട്ട് പറഞ്ഞു ഇല്ല കേസില്ല. എല്ലാം തന്നെ ആറാറിന് എനിക്ക് തോന്നുന്നില്ല അത് കേസാക്കുവാന്ന്. ഞാൻ തലേ ദിവസം പറഞ്ഞു വരും. അത്ര ഭയങ്കര സംഭവം നോക്കാനുള്ള മനസ്സിലായോ? അവനെ പോലീസുകാരുടെ മുന്നിൽ എത്തിക്കണം. ഇവനെ പോലീസിന് ഇനി ആവശ്യമുള്ളതാണല്ലോ. ഇവൻ ഇത് വെച്ച് പോപ്പുലേറ്റ് ആക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ നോക്കുന്ന ഒരുത്തിനാണ് ഇപ്പൊ വൈറലായല്ലോ. ഇപ്പൊ വൈറലായി. ഇനി ഇറങ്ങി വരുമ്പോ നല്ല സൂപ്പറായി. ഇതാണ് കർമ്മ എന്ന് പറയുന്നത്. ഇനി അടുത്ത അവനാ മറ്റവനാ കണ്ടിട്ട് പറഞ്ഞില്ലേ ചട്ടിന് ഞാൻ പൊട്ടറാണെങ്കിൽ കുഴപ്പമില്ല. അല്ല വേറെ കാര്യമുണ്ട്. ഞാൻ വീട്ടിൽ വിളിച്ചു ഇഷ്ടം പോലെ കിട്ടി. ബാല 2 ഞാൻ വീട്ടിൽ വിളിച്ചു വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ കിട്ടാവുള്ള കിട്ടിയത്. ബാല കിട്ടിയത് നമുക്ക് പറയാമോ? എല്ലാരും പോയി. അതൊക്കെ കാശ് ഇപ്പൊ ഭാര്യ പോയി, എല്ലാരും പോയി. കഷ്ടമുണ്ടാ. അയാൾക്ക് ഇനി ഒന്നും കിട്ടാനില്ല. എല്ലാം കിട്ടി, കാരണം പോയി, എല്ലാം കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് മൂന്നാമത് വിളിച്ചിട്ടുണ്ടായിരുന്നു അടിക്കാൻ. മൂന്നാമത് അടിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം വേല മൂന്നാമത് അടിപൊളി തിരിക്കാൻ വയ്യ. വേറെ കാര്യം കേസാക്കാനും പറ്റില്ല. അതന്നെ ആ രീതിയില് ബാലപ്പെടുത്തു. ഇയാൾ വീഡിയോ എടുത്തു. അവൻ ഭയങ്കര ബുദ്ധിമാനാണ്. അവൻ വിചാരിക്കുന്നത് ആറാടനൊക്കെ അടിക്കുന്ന ബുദ്ധിമാൻ കളിക്കോ? കളിക്കില്ല. വീട്ടിലോട്ട് തോക്കായിട്ട് വരത്തുള്ളൂ. അല്ല പിന്നെ ബാലയ്ക്ക് വയ്യാത്ത ആളായതുണ്ടല്ലോ നമ്മളത്. പോയ ഒരുത്തൻ അവൻ കിടന്ന് കാണിക്കുന്ന ഫ്രസ്ട്രേഷൻ അത്രയൊക്കെ ഉള്ളൂ. അല്ല ഇവനെ ഒന്നിനും കൊള്ളത്തൊന്നുമില്ല. വേസ്റ്റ്. ഞാൻ പറഞ്ഞില്ല, ഒരു ബിഗ് വേസ്റ്റ്, ബിഗ് സൈസ് വേസ്റ്റ്. ആറാടനൊക്കെ അടിക്കണമെന്ന് എന്ത് വേസ്റ്റ് ആയിരിക്കും.
ഇത് വല്ലാത്തൊരു പ്രശ്നമാണ്. ഇവനൊക്കെ അത്ര വേസ്റ്റ് ആയതുകൊണ്ടാണ് കാണിക്കുന്നത്. അല്ല, നോർത്ത് ഇന്ത്യയിലെ റൂറൽ ഏരിയാസിൽ സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് പ്രശ്നം. ഇവിടെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണിച്ചിട്ട് നമുക്കിനി കോടതി അല്ല ഒന്ന് അഡ്വക്കേറ്റിനെ വിളിച്ചു ചോദിക്കാം. പറയുന്നില്ല. ആ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. ഏത് പോലീസ് സ്റ്റേഷനിലാണ് ഇവരുള്ളത്? ഇവരെന്താ പറഞ്ഞറിയാം, മെട്രോ പോലീസ് സ്റ്റേഷൻ വിളിച്ചിട്ടാ വന്ന. ഞാൻ പറഞ്ഞു വെറുതെ വന്നാ പോലീസുകാർ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാണ്. എന്തൊക്കെ തള്ളാണ് ഇറക്കിയത്. അവൻ എന്റെ അപ്പനെ മെറ്റുകാരന്റെ അപ്പനെ വിളിച്ച് ഞാൻ അവനെ വിളിച്ചു പോകും. എന്തായാലും ആ പെണ്ണും കൊള്ളാം ചക്കനും കൊള്ളാം. ഏതായാലും ആറാട്ടനെ പറ്റി ഇങ്ങനെ നിങ്ങൾ ഓരോന്നൊക്കെ കാണുമ്പോൾ ഈ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഭയങ്കര സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യമാണത്. വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിട്ട് ആദ്യം 2 ലക്ഷം മേടിച്ച് പിന്നെ 5 ലക്ഷം കൊടുക്കാൻ ഭാര്യയുടെ സ്വർണ്ണൊക്കെ വിറ്റ് കൊടുക്കാൻ നോക്കിയത് ഇവന്. എന്റെ കേസിൽ തന്നെ എന്നോട് തോറ് പറയാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആയിരിക്കട്ടെ നിങ്ങൾ ഈ നടക്കുന്ന ഇവിടെ എത്ര പേര് വേറെ വരുമെന്ന് കണ്ടറിയണം. ഇനിയും കാണും. അല്ല ഇവരെന്ത് കാണിച്ച് ജീവിക്കുന്നത്? ഒരു പണിയില്ല. ഇനി ഉറപ്പായി 6 മാസമായിട്ട് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം. അതായത് ഇവർക്ക് മറ്റെന്തെങ്കിലും പരിപാടികൾ ഉണ്ടോന്നുള്ളത് ഇല്ലീഗൽ ബിസിനസ്. ഇവനെതിരെ മുമ്പ് വേറെ എന്തോ വാർത്ത വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അത് വ്യക്തമല്ല എന്താണെന്നുള്ളത്. അല്ല അവർക്ക് ഇല്ലീഗൽ ആയിട്ടുള്ള ബിസിനസ് വേറെ കുഴപ്പങ്ങൾ അവരെ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യത്തില്ലല്ലോ. എത്ര തവണ എന്നെ പിടിച്ചിടിച്ചത്? 4 തവണ പിടിച്ചിടിച്ചിട്ടുണ്ട്. അവനെ എന്തോ പ്രശ്നം മെന്റലാ. ഞാൻ വിചാരിച്ചു മെന്റലാണ് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ ഡ്രഗ്സ് അടിച്ച് മെന്റലായതായിരിക്കും. ഇങ്ങനൊക്കെയാ ഭയങ്കര ഒരു പറയാ ടോവിനോട് ലുക്ക് ഉണ്ട്. ടോവിനെ പോലെ സത്യത്തിൽ അവൻ അത്രയൊക്കെ കാണിച്ചപ്പോഴും നമുക്ക് ശരിക്കും കോമഡിയാണ്. ചിരിയാ വരുന്നത്. കാരണം ഇവൻ കള്ളക്കേസ് വിട്ടാ വന്നേക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അങ്ങ് വിട്ട് സ്മാർട്ട് ഫിക്സ് മീഡിയ ആണെങ്കിൽ ഇയാളെ പെടുത്തണ്ടല്ലോ. ഇയാളെ പൊക്കി പിടിച്ചോണ്ട് നമ്മൾ ആരും അങ്ങനത്തെ പണിക്ക് നിൽക്കാറില്ല. സ്മാർട്ട് ഫിക്സ് മീഡിയ ആ വീഡിയോ ഇയാളെ കൊണ്ട് കേസ് കൊടുപ്പിക്കാനാണ് ഇഷ്ടം പോലെ കേസ് ബാലക്കെതിരെ കൊടുപ്പിക്കുക. സ്മാർട്ട് ഫിക്സ് വീഡിയോ ആ വീഡിയോ കൊടുക്കാനൊക്കെ സ്മാർട്ട് ഫിക്സ് മീഡിയ ആണ് എല്ലാ വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെ എടുക്കണം. അവരെടുക്കാൻ കണ്ടന്റ് ആണോ അത് പറഞ്ഞു താനും പറയാം. തനിക്കെല്ലാം പ്രശ്നം താങ്കി പോയിട്ട് കേസ് ആണെങ്കിൽ കൊടുക്കാം. അവര് കണ്ടന്റ് നമ്മളിവിടെ 2 മുറിവുണ്ടാക്കിയിട്ട് പറയും ഞാൻ പിടിച്ചാണ് മുറിവുണ്ടാക്കി വെച്ചിട്ടാ. ഇവിടെ പിടിക്കുമ്പോ അതൊക്കെ ചിലപ്പോൾ താൻ തന്നെ ആയിരിക്കും. ആർക്കറിയാം. അതൊന്നും തന്നിട്ടില്ല. ഒന്നും നല്ല നടക്കാണ്ടായാലും താൻ ഇങ്ങനെ പിടിച്ചില്ലായിരുന്നു. ഷർട്ടൊക്കെ പിടിച്ച് ആ വീഡിയോക്കകത്ത് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് പിടിക്കുന്നൊന്നായിരിക്കും. മറ്റവൻ ഇപ്പുറത്തെ കഴുത്താ പിടിച്ചേക്കാണ്. അപ്പൊ ഇയാൾക്ക് ഇതിന്റെ പേര് ഒരുപാട് ആൺ സെലിബ്രിറ്റീസ് ഇപ്പൊ പല കേസ് അറിയാലോ. പല നടന്മാരും പല ഡയറക്ടേഴ്സും പലരും പെട്ടിട്ടുണ്ട്. അതെ. ഇപ്പൊ ലാസ്റ്റ് ഒമർലൂല് പെട്ടിട്ടുണ്ട്. അതൊക്കെ എന്താണ് ന്യൂട്രൽ കൺസേണിൽ നടന്നിട്ട് ഇപ്പൊ ഇതാണ് പറയുന്നത്. അങ്ങനെ സ്ത്രീക്ക് പറയാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പോലീസൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നീട് സെറ്റിലേ ചെയ്യുന്നത്. വിജയ് ബാബു, സിയാസ് കരീം എത്ര കേസാണ്. അതെ. ഇപ്പൊ ആറാട്ടനെതിരെ വരെ അത് വന്നേനെ. ആറാട്ടൻ കേസ് കൊടുത്തിരുന്നെങ്കിൽ അപ്പൊ ഉടനെ എല്ലാവരും അടിച്ചെടുക്കും. ആറാട്ടൻ ബലാത്സംഗ കേസിൽ പ്രതി. അറസ്റ്റ് ചെയ്തു. പിന്നെ എങ്ങനെയൊക്കെയാണുള്ള റൂട്ട് ലുലുമോളിന് താഴെയുള്ള മെട്രോ സ്റ്റേഷനിൽ വെച്ച് പെണ്ണിനെ കയറി പിടിച്ചു. അസഭ്യം പറഞ്ഞു. സ്ത്രീത്വത്തെ മൊത്തം അപമാനിച്ചു. അപ്പൊ ഉടനെ കമന്റ്സ് ഇങ്ങനെ വരും. ഈ നാട്ടുകാർ അല്ലല്ല. അപ്പൊ തന്നെ നാട്ടുകാരെല്ലാം പറയും അവനത് വേണ്ടതാണ്, അവൻ പ്രപ്പോസ് ചെയ്യുന്നവനാണ്. ഈ പറയുന്നവന്മാർ നോക്ക് ഇവിടെ എന്തെല്ലാം തെണ്ടിത്തരം കാണിച്ചോണ്ടിരിക്കുന്നെന്ന്. ഈ ഇത് പറഞ്ഞു വന്നവൻ കാണിച്ച തെണ്ടിത്തരം കണ്ടല്ലോ. ഇയാള് ഭയങ്കര ഓപ്പണാണ്. ഇയാൾക്ക് ഒരു സീക്രട്ടും കീപ്പ് ചെയ്യാൻ അറിയാത്ത ആളാ. അല്ല ഇവര് ഈ കമന്റ്സ് എന്റെ സപ്പോർട്ടിക്കാണ്. ആ കമന്റ്സിൽ കൊടുക്കാൻ പോവാ. വേറെ കാര്യമുണ്ട്. അല്ലടാ വേറെ കാര്യമുണ്ട്. ഇവനെ ഇതിന് വേണ്ടി ഇരിക്കുന്നവനാന്ന് തോന്നുന്നു. വേറെ കാര്യമുണ്ട്. ഇവനുണ്ടല്ലോ ആറാട്ടനായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ വരുമ്പോ മീഡിയയിൽ വരുമ്പോ ആ വീഡിയോ എല്ലാം തപ്പിപ്പിടിച്ച് അതിനകത്ത് പോയി കമന്റ് ഇടുന്ന ആൾക്കാരെ പോയിട്ട് റിപ്ലൈ കൊടുക്കുന്ന മെയിൻ പരിപാടി. അതിന് ഞാൻ ഞാൻ ആറാട്ടൻ അടിച്ച ആള്. എനിക്കൊരു ഗേൾ ഫ്രണ്ട് അവന് വേറെ പണിയൊന്നുമില്ല. എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കും കേസിലാക്കാം. പറ്റത്തില്ല ആറാട്ടെണ്ണ. അതുപോലത്തെ പെണ്ണ് വേണം. ഇതുപോലത്തെ തലകർച്ചകൾ വേണം. അല്ലാതെ അന്തസ്സുള്ള ഒരാളും കള്ളക്കേസ് കൊടുക്കാൻ പോകത്തില്ല. അത് വേറൊരാൾക്കെതിരെ ഇങ്ങനെ വളഞ്ഞ വഴി ജീവിക്കുന്നവർക്ക് എനിക്ക് ഇന്നവരെ ഒരു പെണ്ണ് എന്റെ കൂടെ വന്നിട്ട് ഒരു ഫ്രണ്ട് പോലും പറഞ്ഞില്ല ബാലയ്ക്കെതിരെ നമുക്കൊന്നും കേസ് കൊടുക്കാം. ആരും പറഞ്ഞില്ല. ഞാനിട്ട് ആലോചിച്ചില്ല. അതുപോലത്തെ ബാല വരും.
ഞാൻ അങ്ങനത്തെ പരിപാടിയായിട്ട് പോയി. ആ വന്നല്ലോ എന്താ പറഞ്ഞു? ബാലയുടെ കൂടെ ബാലയുടെ കൂടെ ബൈക്ക് ഉണ്ടായിരുന്നല്ലോ. അവൾ അതുകൊണ്ടാണ് ഓടിയത്. അവൾക്ക് മനസ്സിലായി അവള് ഭാഗ്യത്തിന് മോള് കയറാത്ത രക്ഷപ്പെട്ടു. അല്ല അതുകൊണ്ടല്ല പറയുന്നത് സിനിമയുടെ മെസ്സേജ് പൊളിഞ്ഞു പോയി. ഞാൻ അന്നേ എതിർത്താണ്. ഇത് എന്തിനാ ഈ മുകുന്ദനോട് സിനിമയുടെ കാര്യം പറഞ്ഞു പറയാതെ പൊട്ടന്റെ ചട്ടം ചതുക്കി ചട്ടന്റെ അതൊക്കെ അതിന് മുന്നേ ഉള്ള 3 മുന്നേ അതൊക്കെ ഉണ്ട്. ഞാൻ അന്നാണോ എന്തായാലും കർമ്മ എന്തായാലും എന്നാൽ ഈ പാവത്തിന് അല്ലേ ഉപദ്രവിച്ചിട്ട് മതിയായില്ലേ നിനക്ക്? ദൈവം കൊടുത്തതാ. അതെ അതെ ദൈവം ഇത് ദൈവം കൊടുത്തതാണ്. അങ്ങനെ വിശ്വാസികളെ കൂടെ സൈഡിലോട്ട് പോരുന്നത്. ഇങ്ങോട്ടേക്ക് വരട്ടെ. എന്താണേലും ഇനിയും ഇതുപോലത്തെ കേസുകൾ ഉണ്ടാവും. അപ്പൊ ഇതുപോലുള്ള ഒരാൾ പറയുകയാണ് ഞാൻ കണ്ടിട്ടില്ല, ആ പെണ്ണെ കണ്ടിട്ടില്ലെന്ന് ആരാണെന്ന് പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല. അതും മുമ്പ് അറസ്റ്റ് ആവുന്നു. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ 2 പെണ്ണുങ്ങളായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവരെ മാത്രമേ കണ്ടുള്ളൂ. ഇവിടെ തടയാൻ ആരും ഇല്ല എന്നാ അതേ ഞാൻ പറയുന്നത്. ഇവിടെ ആരും തടയാൻ പറഞ്ഞിട്ട് ആരും തടയുന്നില്ല. സെക്യൂരിറ്റി ഇല്ല. സെക്യൂരിറ്റി ചോദിച്ചാൽ മനസ്സിലാവും. പബ്ലിക് എന്താ ചെയ്താ ഈ രക്ഷിക്കേണ്ട പോയാലും വീഡിയോ എടുത്തോണ്ടിരിക്കുക. അതല്ല, അത് ഇവന്റെ കൂടെ വന്ന ആൾക്കാരാന്ന് തോന്നുന്നു വീഡിയോ എടുത്തേക്കുന്നത്. ഉറപ്പാണ്. ആരെങ്കിലും ഇവിടെ കൺട്രോൾ ചെയ്യില്ലേ, മാറ്റി നിർത്തില്ല ആരാണെങ്കിലും. എവിടെ മാറ്റി നിർത്താൻ? എവിടെ ആൾക്കാർ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് മാറ്റി നിർത്തില്ലേ? കൂടെ ആരും വേണ്ടേ? ആരും ഇല്ല. നല്ലൊരു ലോജിക്ക് വന്നിട്ടുണ്ട് താഴെ കേട്ടോ. ഞാൻ വെള്ളം എടുത്തു നേരിട്ട് അറിയാവുന്ന ആൾക്കാർ അവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്നു ഒരാൾ പോയി തടയാൻ. ആരും ഇല്ലെന്നേ. ആരോടെന്ന് അറിയാവുന്ന ആരുണ്ടെങ്കിലും ഇത് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുകയായിരുന്നു.